അപ്പോൾ മച്ചമാരെ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? വെൽക്കം ബാക്ക്. ഓക്കെ, സോ ഇന്ന് നമ്മൾ കളിക്കുന്നത് ഞാൻ ഈ ചാപ്റ്റർ 5 തന്നെയാണ്, പക്ഷെ അതിന്റെ ആക്ട് 2. ഓക്കെ, ആരും കളിച്ചിട്ടില്ല ഈ ഇൻഡസ്ട്രിയിലെ അങ്ങനെ പറയാം. ഓക്കെ ഗൈസ്, ഇതെന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിയാണ്. നമുക്ക് ഇത് കളിക്കണമെങ്കിൽ നമ്മൾ ആക്ട് 1 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട് ഗൈസ്. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇത് നിർത്തിപ്പോയോണ്ടല്ലോ മുഴുവൻ പോകും. ഞാൻ എത്ര നേരം കളിച്ചത്, ഞാൻ പൊട്ടനാ. അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് ആക്ട് 2. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് സത്യമായിട്ട് എനിക്ക് ഒരു കിണ്ടി അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഓക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടത് പോലെ പോക്കി പോലും കളിച്ചോണ്ടിരുന്നാ മതിയായിരുന്നു. പുല്ല് ഇവിടെ തന്നെയാണ്. വേറെ വല്ലോ ക്യാൻഡി ക്രഷ് ബെസ്റ്റ് ഗെയിം കളിച്ചോണ്ടിരുന്നാ മതിയായിരുന്നു. പുല്ല് ഇതാണ് പണ്ടാരോടെ കാര്യമായിട്ട് എന്തിയാ പറ്റേ. നമുക്കിപ്പോ ഈ സാധനത്തിൽ ഇതിന്റെ ഉപയോഗം എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഗൈസ്. ഇപ്പൊ ഞാൻ തള്ള കാണും ഇതെന്ത്. അയ്യോ, പറഞ്ഞു തീർന്നല്ലോ. വന്നുണ്ട് എന്റെ ബക്കറ്റ് എവിടെ പോയി? ബക്കറ്റ് കാണുന്നില്ല. ഞാൻ എവിടെയോ കൊണ്ടിട്ട് തേങ്ങ. ഈ സാധനമൊക്കെ എന്തിനാ? ഈ താക്കോൽ എവിടെ കൊണ്ട് കയറ്റുന്നത് എനിക്കറിയാൻ പാടില്ല. തള്ള നമുക്കിപ്പോൾ ഇഷ്ടംപോലെ വഴികളുണ്ട് മച്ചന്മാരെയൊക്കെ ഐസ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം തുറന്നുകൊണ്ട് ഇഷ്ടംപോലെ വഴിയുണ്ട്, അതുകൊണ്ട് പിന്നെയും വള്ളിയില്ല. പക്ഷെ നമ്മുടെ ബക്കറ്റ് എങ്ങനെ എടുക്കും? നമുക്ക് എന്തായാലും നമ്മുടെ ബക്കറ്റ് കണ്ടുപിടിക്കുന്നത് എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. തേങ്ങ ഇത് ഈ സീക്രട്ട് ഡോർ തുറക്കാനായിരുന്നു ഞാൻ ഇത്രയും നാള്. ഇതെങ്ങനെ തുറക്കേണ്ടത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഗൈസ്. ഇതായിരുന്നു ആ സീക്രട്ട് ഡോർ. ഓക്കെ, അതിന്റെ താക്കോലായിരുന്നു ഇതൊക്കെ. എന്റെ മോനെ ഇതൊക്കെ എന്താ? ഫാന്, എന്റെ പൊന്നെ സീൻ ഗൈസ്. ഓക്കെ, ഇത്ര ഒന്നും പറയല്ലോ. വൈക്കി നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. നമ്മുടെ എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിത് പെട്ടെന്ന് തീർക്കും ഗൈസ്. ഓക്കെ, ഇത് ഒരു പണിയും ഇല്ല. നമ്മൾ ആക്ട് 1 കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഇത് ഒരു പണിയും ഇല്ല മച്ചാൻ വരാം. അത്ര സീനുള്ളൂ. ഓക്കെ, തേങ്ങ പൂമ്പിയന് ഇപ്പൊ തള്ളൊന്നും ഉണ്ടോ എനിക്ക്? എന്റെ ദൈവമേ, ഇവിടെ എന്തൊക്കെ എഞ്ചിനോ? കാറ് പണിയാൻ പോകണം നീക്കെ. നമ്മുടെ കുറെ ഐറ്റം കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തവുമില്ല. ഓക്കെ, എന്ത് ചെയ്യാനാ മച്ചന്മാര്? ഈ ടേപ്പ് നമുക്ക് മണ്ടയിൽ ആവശ്യമുണ്ട്. ഓക്കെ, ഇത് അവിടെ ഒരു റൂമുണ്ട് ഗൈസ്, ലോണ്ടറി റൂം എന്ന് പറഞ്ഞ്. ആ ലോണ്ടറി റൂമിനകത്ത് ഈ ടേപ്പ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കണം, എന്നാലേ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തൊക്കെയാവും പടച്ചു വെച്ചേക്കുന്നൊക്കെ. ഈ കോവിലൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആരൊക്കെ താമസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചേക്കുന്നു. ഗ്രീൻ കീ, നമുക്ക് അവിടെ ഒരു ഗ്രീൻ കീ വേണം. അല്ലാത്തപ്പോ ഒക്കെ ഗ്രീൻ കീ കിട്ടും. ഇപ്പൊ ഒരു തേങ്ങയും കിട്ടുന്നില്ല. നല്ലതായിട്ടൊരു പണിത് അത്രേ ഉള്ളൂ. അതേ പറയാൻ. ഗ്രീൻ കിട്ടി ഗൈസ്. ഗ്രീൻ കീ കിട്ടി മച്ചമാരെ, കിട്ടി. സെക്ടല്ല സീനിലെ പൊളി എന്തുട്ട കിട്ടി. നമ്മ പെടച്ച് പൊടിപ്പൂരം പെടച്ച് കിട്ടിയ സാധനം വെച്ച് ഞാൻ കളിക്കുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. എന്താണ് ഇതൊക്കെ? തേങ്ങ. ഞാൻ എന്നെ വല്ല ആശുപത്രി ഞാൻ വല്ല പ്രാന്താശുപത്രിയാണോ? അയ്യോ, ഇവിടെ എന്നാണ് ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത്? ഇതെന്ത് ഗെയിം? പുഞ്ഞോ, ഈ സാധനം എന്താ? ഇവിടെയാണ് നമുക്ക് ആ ബാറ്ററി വേണം. ഓക്കെ, ഇതാണ് എൻജിൻ. ഇവിടെ നമുക്ക് 3 കോക്ക് വീല് വെക്കണം. ഇവിടെ എന്താ വേണ്ടേ? ഈ ട്രാൻസ്മിഷൻ ബെൽറ്റ്. ഒക്കെ, നമുക്ക് അവിടെ ഒരു ബെൽറ്റ് വേണം ഗൈസ്. അവിടെ ആ കോക്ക് വീല് വേണം. നമുക്ക് ഒരു കോക്ക് വീല് കിട്ടി, ഇനിയും കോക്ക് വീല് വേണമെന്ന് തോന്നുന്നു. എന്തൊക്കെയോ സാധനങ്ങൾ വരാനുണ്ട്. അതെന്താ ഗൈസ്? എനിക്ക് തോന്നുന്നു ഈ മെഷീനാണെന്ന് നമ്മൾ വർക്ക് ആക്കണ്ടേ. എന്നാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ. ഇത് വെച്ച് നോക്കി. ഇത് ഇവിടെ കിട്ടും. തള്ള വന്നു നോക്കാടെ. ബാക്കി ബുള്ളറ്റ് ഉണ്ട്. ഭാഗ്യം. അല്ലാത്ത സമയത്ത് ബുള്ളറ്റ് ഒന്നും കാണാറില്ലാത്ത ഇപ്പൊ ബുള്ളറ്റിലുണ്ട്. എഞ്ചിൻ ഇവിടെ വെച്ചാൽ മതിയോ? ഇവിടെ അല്ല ഗൈസ്, നമുക്ക് വേറെന്തോ ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗൈസ്, നമുക്ക് ക്ലൂ തന്ന വാഷിംഗ് മെഷീന്റെ മണ്ടയിൽ എന്തോ ഐറ്റം ഉണ്ട്. ആ ലോണ്ടറി റൂമിൽ അവിടെ എന്തോ കളിയുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ എന്തോ ഐറ്റം ഒക്കെ ഉണ്ടെന്നാണ് ഇമ്മാര് പറയുന്നത്. ഓക്കെ, ഇമ്മാര് പറഞ്ഞതാണേ, നമുക്കൊന്നും അറിഞ്ഞൂടെ. ഓക്കെ, വസന്തി ചേട്ടൻ വന്നടി. നീ ടേപ്പ്. ടേപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ,
എന്തൊട്ടൊക്കെ ഡേപ്പ് വലിച്ചിട്ടാ. യെസ് ഗൈസ്, ഇപ്പൊ നമുക്ക് ആ ബെൽറ്റ് കിട്ടി. ഇതാണ് ട്രാൻസ്മിഷൻ ബെൽറ്റ്. യെസ്, ഇത് താഴെ കൊണ്ട് വെക്കുക ഗൈസ്. നമുക്കിത് പെട്ടെന്ന് തീർക്കാന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നൊക്കെ ഗൈസ്. എന്തായാലും നമുക്ക് കിട്ടിയ സാധനമായിട്ട് താഴോട്ട് പോവാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നമുക്ക് പോവാം. ഓക്കെ, പെട്ടെന്ന് പടപടേത് ഇതാവോ ഇല്ലോന്ന് എനിക്ക് അറിയത്തില്ല. തള്ള പിടിച്ച് തിരുന്നതിന് രക്ഷപ്പെട്ട നമുക്ക് എങ്ങോട്ടായിരുന്നു പോകണ്ടേക്കെ? ഓ, ഇവിടെ സീക്രട്ട് റൂം. ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു, എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്നെ ഐറ്റം ഇതൊക്കെ പറയുന്നൊക്കെ വലിയ നോട്ട് കിട്ടുന്നു ഗൈസ്. ഇവന്മാർ പറയുന്നത് ഇതൊരു മിഷനാ ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ ഇവര് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി, ഇവരുടെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമ്മളെ ഇവിടെ പിടിച്ചിട്ടേക്കുവാണ്. ഓക്കെ, നമ്മളെ ഈ ഡ്രീമിനകത്തോട്ട് ഇവര് കൊണ്ടുവന്ന, ശരിക്കും ഇതൊരു ഡ്രീം അല്ല. ഇവരുടെ ഈ മെഷീൻ വെച്ച് ഇവരുടെ ഇമാജിനേഷൻ ഇവർ ഉണ്ടാക്കിയെടുത്താണ്. ശരിക്കും ഇതൊരു ഗെയിം ഡ്രീമേ അല്ല. അതാണ് ഈ ഗെയിമിൽ ട്വിസ്റ്റ് തന്നെ. ഓക്കെ, ഇപ്പൊ ബെൽറ്റ് കിട്ടി, ഇവിടെ ഇട്ട് നോക്കാം. യെസ്, ഇനി എന്താണോ വേണ്ടത്? ഇവിടെ ഇത്രയും മതി. യെസ്, എൻജിൻ. ഓ മൈ ഗോഡ് ഗയ്സ്, നമുക്ക് എല്ലാ സാധനവും ഇനി എന്തോ സാധനം കൂടെ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായി. ഓക്കെ, ഇത് നമുക്ക് പടപടയെ തീർക്കാം. ഓക്കെ, യെസ്, എൻജിൻ വെച്ചു. ഇനി എന്താ വേണ്ടേ? ഈ പച്ച കളറിൽ കാണുന്നൊക്കെ നമുക്ക് പിന്നെ ഇവിടെ വെക്കാനുണ്ട്. ഓക്കെ, കോഗ്വീൽ മിസ്സിംഗ് ഡീറ്റെയിൽ ഹിയർ. ഓക്കെ, റെഡ് കോഗ്വീൽ. ഓക്കെ, പക്ഷെ ഇത് വെച്ചിട്ട് വെക്കാൻ പറ്റുന്നു. യെസ്, കോഗ്വീൽ വെച്ചു. ഗയ്സ്, ഇനി ഇവിടെ എനിക്ക് തോന്നുന്നു 3 കോഗ്വീലും കൂടെ വെച്ചാൽ സാധനം സെറ്റാ ഗൈസ്. നമ്മളെ ഉദ്ദേശിച്ച കളിയല്ല ഇത്. ഇതിനകത്ത് ഇനി വേറെ ലെവലൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാൻ പോവാ നിങ്ങളെ. നമുക്ക് നേരത്തെ ആ സ്ലെൻഡറിനയുടെ ഒരു ഡയറി നമുക്ക് കിട്ടിയായിരുന്നു ആ റൂം, ആ അപ്പാർട്ട്മെന്റ് തുറന്നപ്പോ. ഓക്കെ, സോ അത് വെച്ചാണ് ഗൈസ് കളി. നമ്മുടെ പഴയ ഐറ്റം കുറച്ചുണ്ട് ഗൈസ് ഇതിനകത്ത്. ഇവിടെ എന്തോ ഐറ്റം ഉണ്ട്. ഓക്കെ, ലിവർ, വാൽ. ഓക്കെ, നീഡ് ഓയിൽ ക്യാൻ. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് വേറെ കളിയുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വൻ വിഷയം. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാൻ വേണം. ഈ കേബിൾ നമുക്ക് കിട്ടി, പിന്നെ ഈ റഞ്ച് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ സാധനങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഡയറി വെച്ച് നമുക്ക് ഒരു ഐറ്റം കിട്ടും ഗൈസ്. ഒരു ഐറ്റം നമുക്ക് ഒരു ഐറ്റം സ്ലെൻഡറിനെ നമ്മുടെ സ്ലെൻഡറിനെ നമ്മുടെ മുത്തുമണി നമുക്ക് തരും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതാണ് കണ്ടോ. യെസ്, സ്ലെൻഡറിനെ മോളെ എന്തെങ്കിലുമൊക്കെ മോളെ സ്ലെൻഡറിനെ പാവ. യെസ് ഗൈസ്, ഈ കാസറ്റ് ഇത് നമുക്ക് വേണം. ഓക്കെ, ഉണ്ടോ ഗൈസ്? ഈ കാസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെർച്വൽ റിയാലിറ്റി ഹൈപ്പോസ്റ്റ് എന്ത് പേരാണ് ഉപയോഗിക്കുക. ഈ കാസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ചെയറിൽ നമുക്ക് ഈ ഡ്രീമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഗൈസ്. നമുക്ക് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ചാൻസ്. ഒക്കെ നമുക്ക് എന്തായാലും വെള്ളോട്ടും. ഇത് ബക്കറ്റ് കിടക്കട്ടെ. അയ്യോ, ഇത് ബക്കറ്റ് ഇടാൻ പറ്റിയല്ലേ? യെസ്. ഓക്കെ ഗൈസ്, പക്ഷെ നമുക്ക് ഇനി 2 ഐറ്റം കൂടെ കണ്ടുപിടിക്കണം. ആ കോഗ്വീലൂടെ കിട്ടിയായിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു. പുല്ല് ഗൈസ്, അതുകൊണ്ട് കിട്ടിയാൽ മതി. നമ്മുടെ ബാക്കി എല്ലാം കിട്ടി, അതും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. ഇതിലേക്ക് ഒന്ന് പോയി നോക്കി. ഇതൊക്കെ എന്താ ഉദ്ദേശം? ആ വഴി എനിക്കറിയാം, അതിലെ പോയിട്ട് ഒരു കാര്യം. നമുക്ക് നേരെ ഒന്ന് പോയി. ഇനി എവിടെ നിന്നും എല്ലാം കിട്ടിയാലോ, പറയാൻ പറ്റിയില്ല. എമ്മാരുടെ കാര്യമാണ്. ഗൈസ്, ഇവിടെ ഉണ്ടായിരുന്നു തേങ്ങ. എന്നിട്ടാണ് ഞാൻ ഇത്ര നേരം തപ്പി നടന്നേ. ഇവിടെ ഇടയ്ക്കൊക്കെ ഇവിടെ ഒന്ന് വന്ന് നോക്കണ്ട. പുല്ല് വേറെ കുറെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പൊന്നി ഗൈസ്, അവിടെ കിടപ്പുണ്ടായിരുന്നു ആ പറി. എന്താ പൊന്നി, ഇവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഈ കിടന്ന് തപ്പിയേ. ഇവിടെ ഇല്ല, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എങ്ങാനും കിട്ടിയ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ, ഇത്ര പറയാനുള്ളൂ. ഇല്ല ഗൈസ്, അപ്പൊ ഇവിടെ ഐറ്റം ഇവിടെ സാധനം കാണും അങ്ങനെ എനിക്ക് തോന്നുന്നത്. ലക്ഷണം കണ്ടിട്ട് ഇവിടെ വാസ്തുശാസ്ത്ര പ്രകാരം ഇവിടെ എങ്ങനെ ഉണ്ടോളൂ. ആ കോവിലൂടെ കിട്ടിയായിരുന്നു ജയിച്ച് ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് തോന്നുന്നു ആ പച്ച കോവിൽ അവിടെ ഉണ്ടെന്നാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു, ഞാൻ അത് കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ട പോകുന്നു പഴപ്പോലെ ഏടി പോളൊക്കെ. എന്തായാലും താഴോട്ട് പോകാം. ആ തള്ള വരുന്നതിന് നമുക്ക് അങ്ങോട്ട് കയറണം. ഓക്കെ, യെസ്. ഇപ്പൊ ലിഫ്റ്റൊക്കെ വലിയ സെറ്റപ്പാ ഗൈസ്. ഗ്രാനി ഭയങ്കര സെറ്റപ്പാ. കഴിവറ മോള് ഇന്നിട്ട് പണിയോ അവള്. നമുക്ക് നമ്മുടെ റൂം എന്തൊക്കെ ഗൈസ്. ഞാൻ വരുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. എനിക്ക് തോന്നുന്നു ആ പച്ച കോവിൽ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്.
ചിലപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിച്ചു, അത്രേ ഉള്ളൂ. യെസ്, ട്രിപ്പ്. ഈ ഫാൻ കണ്ടു ഗൈസ്, ഈ ഫാനും ഇതെല്ലാം നമ്മൾ ഇവിടെ വെക്കണം. ഓക്കെ, അതിന് ഈ റെഞ്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ റെഞ്ച് നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, തള്ള എപ്പോൾ വേണേൽ വരും. യെസ്, എന്നിട്ട് ഇത് തുറന്നാൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. യെസ്, നോക്കാൻ ഇനി വേറെ സ്ഥലമൊന്നുമില്ല. യെസ്, നമ്മൾ തുറന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഫാൻ ഇവിടെ എടുത്തു വെക്കാം. യെസ്, നമുക്ക് ഇനി ആ കേബിൾ എടുത്തു വെക്കാം. യോ ബ്രോ. യെസ്, ഇനി തള്ള വരും. പച്ച കോക്കുയിൽ അവിടെ ഉണ്ട്. എന്നിട്ട് അവിടെ നാട് ഇവിടെ തെണ്ടി നടന്ന്. അയ്യോ, ചെറിയൊരു പ്രശ്നം, കോവിലെടുക്കാൻ മറന്നുപോയി. അയ്യോ, കോവിലെടുത്തില്ല. ശരി, എന്തായാലും നമുക്ക് ആ കാസറ്റ് എടുത്തു വെക്കാം. ഓക്കെ, എടുക്കട്ടെ. തോക്കടാ. അയ്യോ എന്റെ പൊന്നേ, വാതള്ളേ പോടിയാണ്. ഇവിടെ അല്ല, ഇവിടെ അമ്മൂമ്മ നമ്മൾ പണി വിടും. കാസറ്റ് അവിടെ കിടക്കട്ടെ. ആ കോക്കിലൂടെ എടുത്ത ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും ഗൈസ്. ഓക്കെ, നമുക്ക് പട്ടേന്ന് പോയത് കൂടെ എടുത്തിട്ട് വരാം. സന്തോഷമായി. എന്താണിത്? എന്തൊട്ടകടിയേ? നമുക്ക് ഇതിവിടെ വെച്ച് നോക്കാം, എന്താവോ ഇല്ലയോ. എനിക്ക് തോന്നുന്നു ഇതും കൂടെ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഇനി എന്താ ഈ കാസറ്റ് ഏത് കാട്ടിലോട്ട് വെക്കണ്ടേ? ഓ, നീടെ ഹെക്സ് റേഞ്ച്. ഒക്കെ, ഓ ഗൈസ്, നമുക്കിപ്പോ ഇതെല്ലാം കിട്ടി. അവിടെ ആ ഇതുണ്ടായിരുന്നു. നമ്മളെ സെറ്റ് ചെയ്തു. ഇത് നീ എന്നാ വേണ്ടേ? ഇപ്പൊ എല്ലാം ആയില്ലേ? യെസ്, ഐ തിങ്ക്. ഇനി എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഓ, തേങ്ങ കൊല ഗൈസ്. അവിടെ ഇനി അവിടെ ഒരു ഇതും കൂടെ കിട്ടാനുണ്ട്, പുല്ല്. ഞാൻ അവിടെ പോയി കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. ഗൈസ്, ഫൈനലി ഞാൻ രക്ഷപ്പെടാൻ പോവാ ഗൈസ്. കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. ഇത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇത്രയും നേരം ഇരുന്ന് തപ്പി, എവിടെയെല്ലാം തപ്പിയെന്നറിയാം. ഈ ഫുള്ള് ഞാൻ എത്ര തവണ തപ്പിയെന്നറിയാം. പറയും. എന്തായാലും കിട്ടി ഗൈസ്. നമ്മൾ ജയിച്ചു ഗൈസ്. നമ്മൾ ജയിക്കാൻ പോവാണ് മച്ചന്മാരെ. നമ്മൾ തീർത്ത്. ഓ ഗൈസ്, അറ്റ്ലീസ്റ്റ് നമ്മൾ ജയിക്കാൻ പോവാ ഗൈസ്. നമ്മളിത് ജയിച്ചു. യെസ്, ഇത് കൂടെ വെച്ച പരിപാടി കഴിഞ്ഞു ഗൈസ്. എന്റെ പൊന്നേ. യെസ്, അതൊന്നുകൂടെ ആ റെഞ്ച് വെച്ച് ഇത് ചെയ്താൽ സാധനം സെറ്റ്. ആ തള്ള വരുന്നതിന് മുമ്പ് എങ്ങനെയും രക്ഷപ്പെടണം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ രക്ഷപ്പെടാൻ പോവാ ഗൈസ്. ഇവിടെ സ്ക്രൂ ചെയ്ത നമ്മുടെ മിഷൻ റെഡിയായി. തള്ള വന്നു. പറി. അയ്യോ, കുറച്ച് സമയത്ത് തള്ള പറി ഉണ്ടാക്കുക. നീ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയിരുന്നത്? അയ്യോ, കുറച്ച് സമയത്ത് തള്ള വന്നു. ഓക്കെ, നമ്മുടെ ജേണി തുടങ്ങണം ഗൈസ്. ആ തള്ള എങ്ങനെ ഓടിച്ചുകൊണ്ട് നോക്കേ. ഇനി തുടങ്ങി നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. യെസ്, ഈ ഡോറൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ സേഫാ ഗൈസ്. യെസ് ഗൈസ്, ഇത് ബ്ലോക്ക് ചെയ്ത് നമ്മൾ സേഫാ. നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. എന്റെ പൊന്നേ, സന്തോഷമായി. സത്യം പറയാലോ, ഇത് ഇവർ ഈ മിഷൻ വെച്ച് നമ്മളെ കൊണ്ടുപോയതാണ്. അതാണ് സംഭവം. ഓക്കെ, We're just starting the process of dehypnosis. This place is designed to clear your mind. However, as expected, we've already gathered your will into a fist. കണ്ടോ, ഇതൊരു നമ്മളൊരു ഫിക്ഷണൽ വേൾഡിലോട്ട് കൊണ്ടുപോയതാണ്. ഓക്കെ, ഇങ്ങനെ മരിച്ചിരിക്കും, ഇങ്ങനെ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു മിഷനാണ് ഇതൊക്കെ. നമ്മുടെ പഴയ വീട്, ഗ്രാനി ചാപ്റ്റർ 1 വീട്.
ഗൈസ് പഴയ വീട് നമ്മുടെ യെസ് ഗൈസ് ചാപ്റ്റർ 3യുടെ വീട്. എന്തോ ഇത് ഗൈസ് നമ്മളിപ്പോ ഏതോ വുഡ്സിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് ആ വീട് കണ്ടോ, അത് ചാപ്റ്റർ 1-ലെ 3-ലെ വീടാ. പിന്നെ ഗെയിമാണോ ഗൈസ്? ഗൈസ് സ്ലെൻഡറിനാണ് പാവോ. Oh my god, you were good at challenges. Well, let me give you another one. എല്ലാവരും കൂടെ കൊല്ലാനാണോ? എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത് കൊല്ലാനായിരുന്നു. Lol, this was not surprising. I assumed you couldn't handle this challenge. What the hell was that? You yourself signed the papers. Guys, We are not basically responsible ഇത്രേ for ഉള്ളൂ. this. നമ്മള് ഒരു That's it. ടീമിലല്ല. We did the necessary research. Completed your hypnosis ahead of അവരുടെ schedule. റിസർച്ചിന് വേണ്ടി But that's ഉണ്ടാക്കിയതാ okay. ഇത് മുഴുവൻ. Now you can go home. Thank you for taking part in this എന്റെ experiment. ദൈവമേ. Your phone number remains with us. ഇവിടെ നമ്മളെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് We can call ഇവരുടെ you. മോളെ പൊല്ലിയടി You're മോളെ only നിന്റെ 6 സ്വന്തയുടെ sounds cool, ഞാൻ തന്നെ doesn't തന്നെ. it? God, maybe in of Granny's cassettes. Have a nice day. Goodbye. Goodbye. എന്റെ ദൈവമേ. Guys, കണ്ടു ഗെയിം എന്നെ ലെവലല്ലേ. മസ്റ്റ് ട്രൈ ഗൈസ്, മസ്റ്റ് ട്രൈ. വിഷയം ഗെയിം ഓക്കെ. ജാതി ഏത് 12. ഒരു ഗൈസ് ഒരു 12 വയസ്സുള്ളവരെത്തനാണ് ചെയ്തെന്ന് തോന്നുന്നു ഡെവലപ്പ്. അതായിരിക്കും 12 ഒക്കെ. മാൻ ഷൗട്ട് ഓഫ്. ഇങ്ങനെ പൊട്ടച്ചു വെക്കുന്നു ഒറിജിനൽ ഡെവലപ്പേഴ്സിനെക്കാളും ഗ്രാനീനെക്കാളും ബെറ്റർ. ഓക്കെ, ദിസ് ഈസ് റിയലി ദ എൻഡ്. ഓക്കെ ഗൈസ്, ഇനിയും ഉണ്ട്. ഇനിയെന്നാടാ സർപ്രൈസ് ആണോ? എന്താണിത്? Please wait. I need to remember the address. Your path has no end. What are you even talking about? Is this some kind of joke? End of what? Main question. ആരാടത്? Are you sure? ഗൈസ്, ആ തല കണ്ടിട്ട് എനിക്കൊരു This is ഡൗട്ട്. really the end. ഗൈസ്, ഇതിനകത്ത് മൈക്കിൾ ജാക്സൺ ഉണ്ട് കേട്ടോ എൻഡിലൊക്കെ. എനിവേ, നമ്മൾ ഗ്രാനി ചാപ്റ്റർ 5 ടൈം ടു വേക്ക് അപ്പ് കംപ്ലീറ്റഡ്. ഇച്ചാതി ഗെയിം എൻ്റെ പൊന്നു മോനെ, ഇമാതിരി ഗെയിം. ഗൈസ് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ കളിച്ചിട്ടില്ലേ ഉറപ്പായിട്ട് കളിച്ച് നോക്കണം. അത് കൂട്ടി കിടുക്കാ ചെയ്യും. ഓക്കെ, സോ എനിവേ ഗെയിം പൊളിച്ചു. നമ്മൾ ഇനിയും വീഡിയോസായിട്ട് വരും ഇതുപോലത്തെ കിടിലൻ ഗെയിമായിട്ട്. ഓക്കെ, അപ്പോൾ ബൈ ഫോർ നൗ. ബൈ.